നിഷ്കളങ്കനായ ഇമാം എന്തുകൊണ്ടാണ് ജയിലിലായത്? ആരെങ്കിലും കുടുക്കിയതാണോ? അതോ ശരിക്കും തെറ്റുകാരനാണോ? കഥ തുടങ്ങുന്നത് ഒരു സാധാരണക്കാരൻ അയ്യൂബിലേക്കാണ്. അയ്യൂബ് ഒരു പാവപ്പെട്ട ജോലിക്കാരനായിരുന്നു. ഒരു കാലിന് പോളിയോ ബാധിച്ച അയ്യൂബിന് പച്ചക്കറി മാർക്കറ്റിലെ തൂപ്പുപണിയായിരുന്നു ജോലി. താനും ഭാര്യയും 2 കുഞ്ഞുമക്കളും മാർക്കറ്റിനടുത്തുള്ള ഒരു മറച്ചു കെട്ടിയ കുടിലിലായിരുന്നു താമസം. മാസം ജൂൺ. മഴ കനത്തു പെയ്യുന്നുണ്ട്. വീടിന് മേലെ വിരിച്ച പായ കീറി തുടങ്ങുന്നു. കിടക്കുന്നിടത്തേക്ക് വെള്ളം കയറുന്നു. ഭക്ഷണം പാകം ചെയ്യലും കിടക്കലും കഴിക്കലും എല്ലാം ഒരു റൂമിൽ തന്നെയാണ്. മഴക്കാലം കനത്തപ്പോൾ മാർക്കറ്റിൽ വെള്ളം കയറാൻ തുടങ്ങി. സ്വാഭാവികമായും അയ്യൂബിൻ്റെ ജോലി പോയി. ഒരു കാലിന് സുഖമില്ലാത്ത അയ്യൂബിന് ചുമട്ടുപണിയും നടക്കില്ല. വിദ്യാഭ്യാസം കുറവായതിനാൽ കണക്കുകൂട്ടലും കൗണ്ടറിൽ ഇരിക്കലും നടക്കില്ല. മുഴുവൻ പ്രശ്നങ്ങൾ. ഒപ്പം ദാരിദ്ര്യം. റേഷൻ ഷോപ്പിൽ നിന്ന് കിട്ടിയ അരിയും വെള്ളത്തിലായി കേടാവാൻ തുടങ്ങി. വിശന്നു വലഞ്ഞ അയ്യൂബ് അടുത്തുള്ള ഒരു പള്ളിയിൽ ചെന്നെത്തി. നല്ല സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി പള്ളി. ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല. അവൻ്റെ നോട്ടം പിന്നീട് പോയത് അവിടുത്തെ നേർച്ചപ്പെട്ടിയിലേക്കായിരുന്നു. ആരുമില്ലാത്ത തക്കം നോക്കി തൻ്റെ കുടുംബത്തിൻ്റെ വിശപ്പടക്കാൻ അവൻ പെട്ടിയിലേക്ക് ഒരു കോലിട്ടു. 100 രൂപ എടുത്തു. തൻ്റെ കുടുംബത്തിൻ്റെ വിശപ്പിനുള്ളത് മാത്രം. കുറ്റബോധം നല്ല രീതിക്കുണ്ടെങ്കിലും അവൻ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ആ കടുങ്കൈ ചെയ്തു. മോഷണം. ഇത് പല ദിവസങ്ങളിലും നടന്നു. എന്നാൽ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെ അയ്യൂബ് പണമെടുക്കുന്നത് പള്ളിയിലെ ഇമാം കാണാനിടയായി. ഇമാം ആദ്യം ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഇത് സ്ഥിരം പരിപാടിയാണെന്ന് കണ്ടപ്പോൾ ഒരു ദിവസം ഇമാം ഒച്ച വെച്ചു, അയ്യൂബേ. അയ്യൂബ് പേടിച്ചരണ്ടു. തൻ്റെ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും കാരണം ആരോടും ചോദിക്കാൻ പോലുമില്ലാത്ത അവസരത്തിൽ തൻ്റെ ഭക്ഷണത്തിനു വേണ്ടിയുള്ളത് മാത്രമേ അതിൽ നിന്നെടുക്കുന്നുള്ളൂ എന്ന് അവൻ വ്യക്തമാക്കി. അവസ്ഥ കണ്ട് ഇമാമിനും സഹതാപം തോന്നി. എന്നാൽ കളവിന് ഇമാം കൂട്ടുനിന്നില്ല. ഇനി ഇത് ആവർത്തിക്കരുതെന്നും കളവ് ചെയ്താൽ കഠിന ശിക്ഷയാണ് നമ്മുടെ നാട്ടിലെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. 10 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ 3 കൊല്ലം തടവ്, ഇതായിരുന്നു ശിക്ഷ. അയ്യൂബ് ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇമാം റൂമിലേക്ക് നടന്നു. അപ്പോഴാണ് ഭണ്ഡാരപ്പെട്ടിക്കടുത്ത് അയ്യൂബ് മോഷ്ടിക്കാൻ ഉപയോഗിച്ച കോൽ ഇമാം കണ്ടത്. ഇമാം തിരിച്ചു വന്ന് അതെടുത്തു, വലിച്ചെറിഞ്ഞു. ഈ കോലെടുത്തതും വലിച്ചെറിഞ്ഞതും പള്ളി സെക്രട്ടറി ദൂരെ നിന്നും കണ്ടു. 2 ദിവസം കഴിഞ്ഞു. ജനറൽ ബോഡി യോഗം കൂടി. ഈ പ്രാവശ്യം പള്ളിക്ക് വരുമാനം കുറവാണെന്നും ഭണ്ഡാരപ്പെട്ടിയിൽ സാധാരണ ഉള്ളതിലും നല്ല കുറവുള്ളതായും സെക്രട്ടറി പറഞ്ഞു. സെക്രട്ടറിക്ക് ഉസ്താദിനെ അന്ന് വടിയുമായി കണ്ടത് ഓർമ്മ വന്നു. നേരിട്ട് ചോദിച്ചു. താൻ എടുത്തില്ല എന്ന് ഇമാം പറഞ്ഞിട്ടും സെക്രട്ടറിക്ക് വിശ്വാസം വന്നില്ല. അയ്യൂബിനെ ഒറ്റിക്കൊടുക്കാൻ ഇമാമിനും മനസ്സ് വന്നില്ല. കട്ടത് അയ്യൂബാണെന്ന് പറഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. 3 വർഷം തടവ് അല്ലെങ്കിൽ 10 ലക്ഷം. പണം കൊടുക്കാൻ പാവത്തിന് ആവില്ല. 3 കൊല്ലം 2 പിഞ്ചുമക്കളെയും ഭാര്യയെയും അനാഥരാക്കി നരകതുല്യ ജീവിതം നയിക്കേണ്ടി വരും. വേണ്ട, അയ്യൂബിനെ കുറിച്ച് തനിക്കൊന്നും അറിയാത്ത പോലെ നിൽക്കാം. സെക്രട്ടറിക്ക് ഇമാമിനെ സംശയം കൂടിക്കൂടി വന്നു. ഇമാമിനെ വടിയുമായി ഒരു ദിവസം ഭണ്ഡാരപ്പെട്ടിക്കടുത്ത് കണ്ടു എന്ന് സെക്രട്ടറി അടുത്ത മീറ്റിങ്ങിൽ പറഞ്ഞു. ഇമാം സത്യസന്ധനായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായവുമായിരുന്നു. വടി പിടിച്ചത് താനാവുമെന്നും പക്ഷെ താൻ കളവ് ചെയ്തിട്ടില്ല എന്നും ഇമാം പറഞ്ഞു. കളവ് ചെയ്യാനല്ലെങ്കിൽ എന്തിനാണ് വടിയുമായി നിന്നത് എന്നായി ചോദ്യം. ഇനി അതിനുത്തരം നൽകിയാൽ അയ്യൂബിനെ വെളിപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് ഇമാം ഒന്നും മിണ്ടിയില്ല. സെക്രട്ടറിയുടെ ആളുകൾ പലതും പറഞ്ഞു വരത്താൻ തുടങ്ങി. ഇമാം കള്ളനാണെന്നും ഭണ്ഡാരപ്പെട്ടിയിൽ കളവ് നടത്തിയെന്നും പറയാൻ തുടങ്ങി. പോലീസ് കേസ് പോയി. ഇമാമിനെ കസ്റ്റഡിയിലെടുത്തു. ഇമാം അപ്പോഴും അയ്യൂബിനെ ഒറ്റിക്കൊടുത്തില്ല. താൻ കളവ് ചെയ്തെന്ന് സമ്മതിച്ചതുമില്ല. എന്നാൽ സെക്രട്ടറിയുടെ മൊഴി ഇമാമിന് എതിരിൽ വന്നു. ഇമാം ജയിലിലായി. വിവരം അയ്യൂബിൻ്റെ ചെവിയിലുമെത്തി. അയ്യൂബിന് സങ്കടം സഹിക്കാനായില്ല. തന്നെയും കുടുംബത്തെയും രക്ഷിക്കാനായി ഇമാം സ്വന്തം ജീവിതവും അഭിമാനവും കുടുംബവും എല്ലാം ത്യാഗം ചെയ്തിരിക്കുന്നു. അയ്യൂബ് ജയിലിലേക്ക് ഓടിയെത്തി. ഇമാമിനെ കണ്ടു. താൻ കുറ്റമേറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു. ഇമാം അത് വിലക്കി. ഞാൻ അകത്തായാലും എൻ്റെ കുടുംബത്തിൽ ഒരു മകനുണ്ട്. അവൻ കൗമാരക്കാരനാണ്, എന്നാലും മാനേജ് ചെയ്തോളും. ഞാൻ ഭണ്ഡാരപ്പെട്ടി കുത്തിപ്പൊളിക്കില്ല എന്ന് അവനും എൻ്റെ കുടുംബത്തിനും ഉറപ്പാണ്. പടച്ചവനും അറിയാം. ഞാൻ ആർക്കും സമ്മതിച്ചു കൊടുത്തിട്ടുമില്ല. എനിക്കത് തന്നെ ധാരാളം. എന്നാൽ നീ അകത്തായാൽ നിന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും അനാഥരാവും. അത് വേണ്ട. അയ്യൂബിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. താൻ കാരണം മറ്റൊരാൾ 3 വർഷം തടവിലായി. തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യവും. ഇമാമിൻ്റെ കരുണയിൽ അവൻ്റെ ഹൃദയം തകർന്നു. ഇമാമിൻ്റെ ജയിൽ ജീവിതം വളരെ ദുഃഖകരമായിരിക്കും എന്ന് അയ്യൂബിനറിയാം. ആളുകളുടെ കുത്തിപ്പറച്ചിലും പോലീസിൻ്റെ ക്രൂരതയും അയ്യൂബിന് കേട്ടുപരിചയം മാത്രമേ ഉള്ളൂ. അയ്യൂബ് സങ്കടത്തോടെ വീട്ടിലേക്ക് നടന്നു. ഇങ്ങനെ ജീവിച്ചാൽ മതിയാകില്ല. ഞാൻ കുറ്റമേറ്റെടുത്താൽ എൻ്റെ കുടുംബം വഴിയാധാരമാവും. ഇമാം അത് സമ്മതിക്കുകയുമില്ല. ആ 3 കൊല്ലം തടവിന് പകരമുള്ള 10 ലക്ഷം അതുണ്ടാക്കണം.
ഹലാലായ വഴിക്ക്. അയ്യൂബ് മാർക്കറ്റിലെ തൂപ്പുപണിയിൽ നിന്നും കച്ചവടത്തിലേക്ക് ഇറങ്ങി. ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്തു. ചിലത് പാളി, ചിലത് നന്നായി. പിന്നീട് അത് വലുതായി. ഇമാമിൻ്റെ കുടുംബത്തെ അയ്യൂബിനെ കൊണ്ട് കഴിയും വിധം സഹായിച്ചു. അങ്ങനെ കഷ്ടപ്പെട്ട് ആ 10 ലക്ഷം രൂപ അയ്യൂബ് 1.5 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. ഇമാമിനെ പുറത്തിറക്കാൻ 5 ലക്ഷം മതിയായിരുന്നു. ബാക്കി 5 ലക്ഷം ഇമാമിന് കൊടുത്തു പ്രായച്ചിത്തമായി. ഇമാം അത് നിരസിച്ചു. തന്നെ പോലെ കഷ്ടപ്പെട്ടിരുന്ന പാവങ്ങൾക്ക് ദാനം ചെയ്യാൻ നിർദ്ദേശിച്ചു. ഇപ്പോൾ അയ്യൂബ് പഴയ അയ്യൂബല്ല. പച്ചക്കറി മാർക്കറ്റിലെ വലിയൊരു ഉയർച്ച അയ്യൂബിൻ്റെ കൈകൊണ്ടുണ്ടായതാണ്. എഴുത്തും വായനയും കണക്കുകൂട്ടലും അയ്യൂബ് പഠിച്ചു. ഒന്നും അറിയാത്തിടത്ത് നിന്ന് തന്നെ രക്ഷിച്ച ആ മനുഷ്യന് നന്ദി കാണിക്കാൻ താൻ പണ്ടു ചെയ്തു പോയ തെറ്റ് സ്വയം ഏറ്റുപറയണം എന്ന് അയ്യൂബിന് വാശിയായി. ഇമാമിൻ്റെ നിരപരാധിത്വം തെളിയിക്കണം, എത്ര സമ്മതിച്ചിട്ടില്ലെങ്കിലും. അടുത്ത ജനറൽ ബോഡി യോഗത്തിൽ അയ്യൂബ് ഇമാം കൊടുക്കാൻ പറഞ്ഞ 5 ലക്ഷം പള്ളിയിലേക്ക് കൊടുത്തു. പാവങ്ങൾക്ക് കൊടുക്കാൻ. താൻ ചെയ്ത തെറ്റിൻ്റെ പേരിലാണ് ഇമാം ജയിൽവാസം നടത്തിയതെന്നും തെറ്റ് തൻ്റെ ഭാഗത്താണെന്നും ഇമാം തൻ്റെ പരിതാപകരാവസ്ഥ കണ്ട് കരുണ കാണിച്ചതാണെന്നും വെളിപ്പെടുത്തി. ഒപ്പം കാണാത്ത കാര്യം പറഞ്ഞ് വലുതാക്കി ഇല്ലാത്ത തെറ്റിന് കുറ്റം ചുമത്തി കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുക എന്ന സെക്രട്ടറിയുടെ പോളിസിയെ പരാതിപ്പെടുകയും സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇമാമിനോട് എല്ലാവർക്കും സങ്കടം തോന്നി, ബഹുമാനം തോന്നി. മാപ്പപേക്ഷിച്ചു. തിരിച്ചു പള്ളിയിൽ വരാൻ അപേക്ഷിച്ചു. അപ്പോഴും ഇമാം ഒന്നേ പറഞ്ഞുള്ളൂ, എൻ്റെ തീരുമാനമാണ് അയ്യൂബിനെ കുറ്റപ്പെടുത്താതിരുന്നത്, അതും തക്കതായ കാരണങ്ങൾ കൊണ്ട് മാത്രം. അതുകൊണ്ട് ആരും അയ്യൂബിനെ വെറുക്കരുത്. ഇതുപോലെ കഷ്ടപ്പെടുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ട്. അവരെ കണ്ടുപിടിച്ച് സഹായിക്കേണ്ടത് സമൂഹമെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. എല്ലാവരും അത് അംഗീകരിച്ചു. സെക്രട്ടറിയെ രാജിവെപ്പിച്ചു. അയ്യൂബിന് താക്കീത് നൽകി. ഇമാമിനെ തിരികെ പള്ളിയിലേക്ക് സ്ഥാനക്കയറ്റം കൊടുത്തു. പിന്നീട് ആ നാടും പള്ളിയും മാർക്കറ്റും അതിഗംഭീരമായി ശോഭിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.